Yes. Today we will start a new topic. This is the continuation of Newton's laws of motion. What we have studied in Newton's laws of motion. Some of the topics we will apply here in the next chapter. This is a new chapter. Work, energy and power. So we can put the new heading. Chapter heading. Work, energy and power. So we will discuss in detail what is work. നമ്മൾ ഡെയിലി ലൈഫിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു വർക്ക് ചെയ്യാന്ന് പറയില്ലേ, നമ്മളിരുന്ന് വർക്ക് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണം. ഒരാൾ പാടത്ത് പണിയെടുക്കണോ, അത് വർക്ക് ചെയ്യണം. ഒരാൾ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ ഇട്ട് തിരിച്ചു വരുന്നു, വർക്ക് ചെയ്യണം. പറമ്പ് ക്ലീൻ ചെയ്യണു, കിളയ്ക്കാണ്, വർക്ക് ചെയ്യണം. ഞാൻ ക്ലാസ് എടുക്കുകയാണ്, വർക്ക് ചെയ്യണം. ഫിസിക്സിലെ വർക്കും ഡെയിലി ലൈഫിലെ വർക്കും തമ്മിൽ കുറച്ച് വ്യത്യാസം. ഡെയിലി ലൈഫിലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തു എന്ന് പറയും. ഞാനിപ്പോൾ 1 hour ക്ലാസ് എടുക്കുമ്പോൾ ഐ ആം സ്പെൻഡിങ് സം ക്വാണ്ടിറ്റി ഓഫ് എനർജി. എനിക്ക് കുറച്ച് ഊർജം ചിലവാറുണ്ട്. അപ്പം എൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ഒരാൾ വിറക് കീറാണ്, കോടാലി വെച്ചിട്ട് അയാൾ വർക്ക് ചെയ്യണം. അയാളുടെ എനർജി സ്പെൻഡ് ചെയ്യാണ്ട് ആ വിറക് കട്ട് ചെയ്ത് പീസാക്കാൻ പറ്റും. വാട്ട് എവർ കൈൻഡ് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫാൻ, ഇപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ചിലവാണ്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ കാർ, എൻജിനാണ് വർക്ക് ചെയ്യുന്നത്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ഊറ്റി നിറച്ചിടുന്ന കാറാണെങ്കിൽ ആ LPG വെച്ചിട്ട് അത് വർക്ക് ചെയ്യണം. അപ്പോൾ വർക്കും എനർജിയും തമ്മിൽ ബന്ധമുണ്ട്. നമുക്കത് രണ്ടും കണക്ട് ചെയ്യാനുണ്ട് ഈ ചാപ്റ്റർ. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ. ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്നത് ലിറ്റിൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഡെയിലി ലൈഫിലെ വർക്കും ഫിസിക്സിലെ വർക്കും തമ്മിൽ ചെറിയ വ്യത്യാസം ആദ്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഒരാളൊരു തെങ്ങിൻ്റെ മുകളിൽ ക്ലൈംബപ്പ് ചെയ്തു, തേങ്ങയൊക്കെ അയാൾ തിരിച്ചു വന്നു. ഫിസിക്സ് പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് പൈസ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിസിക്സ് പഠിച്ച ആളാണ് ഈ ക്ലൈംബപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി തെങ്ങിൻ്റെ മുകളിൽ വരെ കയറി വലിയ പൊക്കമുള്ള തെങ്ങ് തിരിച്ചു വന്നാൽ അയാൾ പൈസ ചോദിക്കില്ല, ഫിസിക്സ് പഠിച്ച ആളാണെങ്കിൽ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഫിസിക്സ് പ്രകാരം അയാൾ വർക്ക് ചെയ്തിട്ടില്ല. ഡെയിലി ലൈഫിൽ പറയുമ്പോൾ അയാൾ വർക്ക് ചെയ്തില്ലേ, അയാൾ എനർജി ചിലവാക്കി മുകളിൽ കയറി തിരിച്ചു വന്നു അല്ലേ. ഫിസിക്സിലെ വർക്കും ഡെയിലി ലൈഫിലെ വർക്കും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്. എ പേഴ്സൺ ഈസ് ക്ലൈംബിങ് അപ്പ് എ ട്രീ. അവിടെ നിന്ന് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് അയാൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും അല്ലേ. 20 rupees അല്ലെങ്കിൽ 50 rupees അല്ലെങ്കിൽ 100 rupees ഒരു തെങ്ങിൽ കയറി തിരിച്ച് വരുമ്പോൾ കൊടുക്കും. വട്ടവർ അക്കോർഡിംഗ് ടു ദ റേറ്റ്, ഓരോരുത്തരുടെ ചാർജ് എത്ര വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ അയാൾ വർക്ക് ചെയ്തു, നമ്മൾ പൈസ കൊടുക്കും. ഫിസിക്സ് ഇന്നിപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യണ്ട, അങ്ങനെ ഒരാളോട് വാദിക്കണ്ട. ഫിസിക്സ് പ്രകാരം താൻ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കൂലി പേ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസം അയാൾ തെങ്ങേറാൻ പറ്റില്ല, അയാൾ നിങ്ങളോട് കയറി ഇട്ടോളാൻ പറയും. അപ്പം അവിടെ എന്താ ഈ ഞാൻ പറയാൻ പോകുന്ന വർക്കായിട്ടുള്ള ആ വർക്കിൻ്റെ വ്യത്യാസം. അവിടെ എനർജി സ്പെൻഡായി, ഊർജം ചിലവായി, നമ്മൾ പൈസ പേ ചെയ്തു. ഇവിടെ പറയാൻ പോകുന്ന വർക്ക് എന്ന് പറയണത് വ്യത്യാസം. W ഞാൻ എഴുതിയാൽ, ഈ വർക്കിനെ ഞാൻ W എന്ന ചിഹ്നത്തിൽ എഴുതിയാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് വർക്ക്. വാട്ട് യു മീൻ ബൈ സ്കെയിലാർ ക്വാണ്ടിറ്റി? എ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അളവ് മാത്രം പറയാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണല്ലോ സ്കെയിലാർ. അളവും ദിശയും, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. അളവ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, ദിശ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ പറയാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിൻ്റെ പേര് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഈ W എന്നുള്ളതിൻ്റെ മുകളിൽ ആരോ വേണ്ട. പക്ഷേ ഇനി എഴുതാൻ പോകുന്ന റൈറ്റ് സൈഡ് ഫോഴ്സ് എന്നൊരു ക്വാണ്ടിറ്റിയാണ്. എന്നിട്ടൊരു ഡോട്ടാണ് ഇട്ടെന്നെ, ഇത് കുത്താണ്. ആ കുത്ത് എന്ന് പറഞ്ഞാൽ ഡോട്ടായിട്ട് വായിക്കണം. F.S എന്ന് വായിക്കണം. എന്താ S എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? അതും വെക്ടറാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അതും വെക്ടറാണ്. ഫിസിക്സിലെ 2 വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഫോഴ്സ് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? ന്യൂട്ടൺ.
ഡിസ്പ്ലേസ്മെന്റ് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? എസ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ, മീറ്റർ. അപ്പൊ എഫ് ഡോട്ട് എസ് ഇനി എന്താന്ന് പറയാനുണ്ട്. അപ്പൊ വർക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ക്വാണ്ടിറ്റി ഞാൻ അങ്ങ് എടുക്കാം. ഇൻ ഫിസിക്സ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഇഫ് എ ഫോഴ്സ് ക്യാൻ ഡിസ്പ്ലേസ് എ ബോഡി. എന്നോട് പറയാം, ഫിസിക്സിൽ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഒരു ഫോഴ്സിന് ഒരു ബോഡിയെ നീക്കാൻ കഴിയണം. ഡിസ്പ്ലേസ് ചെയ്യാച്ചാൽ നീക്കുക. ഒരു ഫോഴ്സിന് ഒരു ബോഡിയെ നീക്കാൻ കഴിയുകയാണെങ്കിൽ, ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഫിസിക്സ് പ്രകാരം വർക്ക് ചെയ്തു എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ തെങ്ങിൽ കയറി തിരിച്ചു വന്നൊരാൾക്ക് നിങ്ങൾ കൂലി പേ ചെയ്യേണ്ട ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയാൻ കാരണം, തെങ്ങിലേക്ക് കയറുമ്പോൾ എത്ര മീറ്റർ അയാൾ കയറി? 50 മീറ്റർ പൊക്കമുള്ള വലിയ ചില്ലിത്തെങ്ങാണ്. ശരി, 50 മീറ്റർ പൊങ്ങിയാൾ മുകളിലെത്തി, തേങ്ങ കിട്ടു, തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെന്റ്? വെൻ ഹി ഹാസ് ക്ലൈംഡ് അപ്പ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ് ടു ദ ടോപ്പ് ഓഫ് ദ കോക്കനട്ട് ട്രീ ആൻഡ് ഹി കെയിം ബാക്ക് ടു ദ ഗ്രൗണ്ട്, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. എന്താ കാരണം? അയാൾ 50 മീറ്റർ ക്ലൈംബ് അപ്പ് ചെയ്തു, തെങ്ങിൻ്റെ പൊക്കം 50 മീറ്റർ ആണ്, തിരിച്ച് 50 മീറ്റർ ഇറങ്ങി വന്നു. ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? 50 മീറ്റർ അങ്ങോട്ട്, 50 മീറ്റർ ഇങ്ങോട്ട്, 50 100 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 50 മീറ്റർ അങ്ങോട്ട് മൈനസ് 50 മീറ്റർ ഇങ്ങോട്ട്. 50 മീറ്റർ മുകളിലേക്കാണെങ്കിൽ പ്ലസ്, 50 മീറ്റർ താഴേക്കാണെങ്കിൽ മൈനസ് 50 മീറ്റർ. ആഡ് ചെയ്യുക, 50 പ്ലസ് മൈനസ് 50 എത്രയാണ്? 0. ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ ഈ W 0 ആയി പോകും. നോ വർക്ക് ഈസ് ഡൺ. ഫോഴ്സ് അപ്ലൈ ചെയ്തു എങ്കിലും ഡിസ്പ്ലേസ്മെന്റ് 0 ആകുന്ന കേസിൽ ഇവിടെ ഞാൻ ഫോഴ്സിലേക്ക് വന്നില്ല, ഡിസ്പ്ലേസ്മെന്റിലേക്ക് വരാനാണ് ഞാൻ ആ എക്സാമ്പിൾ എടുത്തത്. എ പേഴ്സൺ ഈസ് ക്ലൈംബിംഗ് അപ്പ് എ ട്രീ ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട്. വെൻ ഹി ഈസ് ക്ലൈംബിംഗ് അപ്പ്, അയാൾ കുറച്ച് ദൂരം മുകളിലേക്ക് കവർ ചെയ്യുന്നുണ്ട്. അത്രയും ദൂരം നെഗറ്റീവാണ് തിരിച്ചു വരുമ്പോൾ. അതാണ് 50 മൈനസ് 50 എന്ന എക്സാമ്പിൾ എടുത്ത് ആഡ് ചെയ്ത് 0 എന്ന് ഞാൻ പറയും. എത്ര പൊക്കമുള്ള തെങ്ങാണോ അത്രയും പൊക്കം തിരിച്ചു വരണമല്ലോ. തിരിച്ചവിടെ നിന്ന് ചാടിയാൽ പോലും അയാൾ തിരിച്ചു വന്നേക്കല്ലേ. അപ്പോൾ എത്ര മീറ്റർ ക്ലൈംബ് അപ്പ് ചെയ്തോ അത്രയും തന്നെ അയാൾ ഇറങ്ങിയല്ലോ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പേഴ്സൺ ഇസ് 0. ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ഗ്രൗണ്ടിലെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലല്ലോ. കച്ചപ്പ് ചെയ്യുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ എസ് 0 ആയാൽ ഈ W എക്സിസ്റ്റ് ചെയ്യില്ല. W എന്ന് പറഞ്ഞാൽ വർക്ക് നിലനിൽക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് കൂലി പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ നമ്മൾ കൂലി പേ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതാണ് എനർജി ചിലവാക്കി. അപ്പോൾ ഡെയിലി ലൈഫിൽ അയാൾ ചെയ്ത ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ പറയാൻ പോകുന്ന വർക്കായിട്ട് വ്യത്യാസമുണ്ട്. ഇൻ ഫിസിക്സ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയണമെങ്കിൽ എ ഫോഴ്സ് ഷുഡ് മേക്ക് സം ഡിസ്പ്ലേസ്മെന്റ്. എന്നോട് ഒരു പടം വരയ്ക്കാൻ മനസ്സിലാവുന്നു. ഒരു പടം വരയ്ക്കാം. അതൊരു ടേബിളാണ്. ടേബിളിൻ്റെ മുകളിൽ ഒരു പെട്ടി വെച്ചേക്കാം. എന്നിട്ട് ഒരു ചെറിയ വള്ളി കെട്ടിയിട്ട് നമ്മൾ ആ പെട്ടിങ് വലിക്കുകയാണ്. ആ പെട്ടിയിൽ കൊടുത്ത ബലമാണ് എഫ് എന്ന് ഞാൻ എഴുതിയത്. കൊടുത്ത ഫോഴ്സാണ് എഫ് എന്ന് എഴുതിയത്. ആ പെട്ടി നിരങ്ങി ഈ ടേബിളിൽ വേറെ സ്ഥലത്തേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബോക്സ് ഇവിടെ എത്തി. അതേ ബോക്സാണ് കേട്ടോ. ഈ ബോക്സ് തന്നെ കാണിച്ചാണ്, വ്യത്യാസമില്ല. ഞാനിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിന് പുതിയ സ്ഥലത്തേക്കുള്ള അകലം അളക്കാം. ആദ്യം ആ പെട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ പെട്ടി ഇപ്പോൾ എവിടെ എത്തി? ആ പെട്ടിയുടെ പൊസിഷൻ ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, 0 അല്ലല്ലോ. ഇതാണ് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്നതാണ്. അപ്ലൈ ചെയ്ത ഫോഴ്സുമായിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ആംഗിൾ പറയാനുണ്ട്. ഈ ആംഗിളാണ് θ ഡിഗ്രി എന്ന് എഴുതിയത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെട്ടി ഫ്ലോറിൽ വെച്ചു അല്ലെങ്കിൽ ടേബിളിൽ വെച്ചു. എന്നിട്ടൊരു നൂല് കെട്ടി അല്ലെങ്കിൽ കയറ് കെട്ടിയിട്ട് നമ്മൾ ആ പെട്ടി വലിക്കുകയാണെങ്കിൽ ആ പെട്ടി ഇങ്ങനെ ഫ്ലോറിൽ കൂടി നിരങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് ദ ഫ്ലോർ ആണ് അല്ലെങ്കിൽ എലോങ് ദ ടേബിളാണ്. ഇതാണ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ബോഡിയെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ്? ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ബോഡിയെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചരിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. താഴെ നിലത്തൊരു കാർട്ടൺ ബോക്സ് എന്തെങ്കിലും വയ്ക്കുക, ഒരു കൂടെടുത്ത് വയ്ക്കുക, എന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ കയറ്റിയിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു നൂലായാലും ഒരു വള്ളിയായാലും മതി, അല്ലെങ്കിൽ 2 വള്ളികൾ കെട്ടിക്കോളൂ. 2 കയ്യിൽ പിടിച്ചിട്ട്, ഒരു വള്ളിയാണെങ്കിൽ ഒറ്റ കയ്യിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ 2 കയ്യിൽ പിടിച്ച് വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ പെട്ടി നിങ്ങൾ വലിക്കുന്ന ഡയറക്ഷനിൽ പൊങ്ങി വരുമോ? ഇല്ലല്ലോ. പെട്ടിക്ക് വെയിറ്റ് ഉണ്ട്. പെട്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ആ കയറിൽ കൂടി അതിങ്ങനെ ആ കയറിൻ്റെ ദിശയിൽ പൊങ്ങി വരുമോ? ഇല്ലല്ലോ.
ആ കയറിൽ നമ്മൾ പിടിച്ചിങ്ങനെ വലിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി വലിച്ചു കൊണ്ടുപോകണ മാതിരി, ഒരു കൈവണ്ടി വലിച്ചു കൊണ്ടുപോകണ മാതിരി. കൈവണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന ആളെങ്ങനെയാണ് നിൽക്കുന്നത്? കൈവണ്ടിയുടെ അകത്ത് കയറിയാണ് നിൽക്കുന്നത്. എന്നിട്ട് അയാൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പടി ഉണ്ടല്ലോ, ഒരു ബീം, ഒരു ബാറ്, അവിടെ അയാൾ എവിടെയാണ്? അയാളുടെ സ്റ്റൊമക്കിൻ്റെ അവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് കൈവണ്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ ചരിഞ്ഞായിരിക്കുന്നത്, ആ വണ്ടി ചരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾ നടക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കും, വണ്ടിയുടെ ചക്രം ഉരുണ്ടോണ്ടിരിക്കും. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നത്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ റോഡാണ്. കൈവണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് കൈകൊണ്ട് ഉന്തുന്നാൽ വലിക്കുന്ന വണ്ടിയാണ് കൈവണ്ടി. കൈകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ് കൈവണ്ടി. കട്ടവണ്ടി എന്നും പറയും. കട്ടവണ്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കട്ട് കൊണ്ടുവന്ന വണ്ടിയല്ല കേട്ടോ. കട്ടവണ്ടി എന്ന് പറഞ്ഞാൽ കട്ടയൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടി, അതാണ് കട്ടവണ്ടി. ഇഷ്ടിയൊക്കെ ഉണ്ടല്ലോ, കല്ല ഇഷ്ടിയൊക്കെ ഉണ്ടല്ലോ, അത് കയറ്റി ഭാരം വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി, അതിൻ്റെ പേര് കട്ടവണ്ടി എന്നാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, കൈവണ്ടി. ആ കൈവണ്ടി വലിക്കുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വണ്ടി ചിലപ്പോൾ ചരിഞ്ഞിരിക്കുന്നത്, ചക്രം ഫ്ലോറിൽ മുട്ടിയാണ് നിൽക്കുന്നത്, പക്ഷെ ആ വണ്ടിയുടെ ആ പ്രതലം ചരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾ അതിൻ്റെ അകത്ത് കയറി എന്നിട്ട് അയാൾ ജസ്റ്റ് ഇങ്ങനെ നടന്നാൽ മതി. അയാൾ നടന്നു കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കും. വണ്ടി ഉരുണ്ട് പോകണേ എങ്ങടാ? എലോങ് ദ റോഡാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങടാ? എലോങ് ദ റോഡാണ്. പക്ഷേ ഫോഴ്സ് എങ്ങനെയാണ്? വണ്ടി ചരിഞ്ഞ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ചരിച്ചാണ്. 2 എക്സാമ്പിളായി. ഇപ്പം വണ്ടി വലിക്കുന്ന എക്സാമ്പിൾ. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പെട്ടി താഴെ വെച്ചിട്ട് വലിക്കാൻ പറഞ്ഞു. കയറ് കെട്ടി വലിക്കുമ്പോൾ കയറിൽ ഉപയോഗിക്കുന്ന ബലം ചരിഞ്ഞാണ്. കാരണം കയറിയിരിക്കുന്നത് ചരിഞ്ഞാണ്, ഫ്ലോറിന് പാരലായിട്ടല്ല കയറിയിരിക്കുന്നത്. കയറിയിരിക്കുന്ന ഫ്ലോറിൽ നിന്ന് ചരിഞ്ഞാണ്. അപ്പോൾ ഇതാണ് ഫ്ലോറെങ്കിൽ ഇതാണ് ആ കയറിയിരിക്കുന്ന ദിശ. ആ ഡയറക്ഷനിലല്ല ആ പെട്ടി മൂവ് ചെയ്യുന്നത്. ആ പെട്ടി നിരങ്ങി ഇവിടെ എത്തി. അപ്പോൾ ഇത് ആദ്യത്തെ സ്ഥലം എ എന്ന സ്ഥലം, രണ്ടാമത്തെ സ്ഥലം ബി എന്ന സ്ഥലം. ഒരു പേരിടാനി ആ എ തുടങ്ങി ബി വരെയുള്ള ഈ അകലത്തെ ഞാൻ നേരെ എസ് എന്ന് എഴുതി. എന്നിട്ട് ഞാൻ F.S എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. വർക്ക് എന്ന് പറയുന്നതിലേക്ക് വരാൻ പോകും കേട്ടോ. F.S ഇവിടെ ഒരു ഡോട്ട് വെറുതെ ഇട്ടതല്ല, നെറ്റിയിൽ പൊട്ടുവിടുന്ന മാതിരി നല്ലൊരു ഡോട്ട് തന്നെ ആവട്ടെ, തെളിഞ്ഞു കാണുന്നത്. വെറുതെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. അപ്പോൾ ആ കുത്തൊന്ന് തെളിക്കണം. F.S cos θ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് കേട്ടോ ഫിസിക്സിൽ. എത്ര നാൾ ഫിസിക്സ് പഠിക്കുന്നുണ്ടോ അവിടേക്ക് ഇത് വേണ്ടി വരും. ഈ കൊല്ലം അടുത്ത കൊല്ലം വേണ്ടി വരും. BSc BTech MTech പഠിക്കുമ്പോഴും MBBS പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിക്കേണ്ടി വരും കുറച്ച്. എന്ത് പഠിക്കുമ്പോഴും ഫിസിക്സിൽ ഈ വർക്കിൻ്റെ കൺസെപ്റ്റ് കയറി വരും. ഒന്നുകൂടി പറയാം, ഫിസിക്സ് പ്രകാരം വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഒരു അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ കഴിയണം. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ചെയ്യപ്പെട്ട വർക്കിന്റെ അളവ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക? അളവ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. വർക്കിന് ഡയറക്ഷൻ ഇല്ല. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഐ റിപ്പീറ്റ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും മൂന്നാമത്തെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഫോഴ്സ് വെക്ടർ ആണോ? അതെ. അതല്ലേ മുകളിൽ ആരോ തന്നെ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണോ? അതെ. ഇങ്ങനെയല്ലേ ഡയറക്ഷൻ ഇവിടെ നിന്ന് തുടങ്ങിയ ബോഡി ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇങ്ങനെ ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. θ ഡിഗ്രി ചരിഞ്ഞാണ്. ഗ്രൗണ്ടിൽ നിന്ന്, അതായത് ടേബിളിൽ നിന്ന്, ഗ്രൗണ്ടിൽ ഈ ടേബിളിൽ നിർത്തുള്ളൂ ഒരു ഫ്ലോർ, അവിടെ നിന്ന് θ ഡിഗ്രി ചരിഞ്ഞാണ് അപ്ലൈ ചെയ്യുന്ന ബലത്തിന്റെ ദിശ. ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ഗ്രൗണ്ടാണ് ഈ വരച്ചേക്കണമെങ്കിൽ, അല്ല ടേബിളിന്റെ മുകളിലാണ് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ എങ്കിൽ അലോങ് ദ ടേബിളാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ട്. എസ് മീറ്ററിൽ എഴുതുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും ഫോഴ്സ് ന്യൂട്ടൺ എന്ന യൂണിറ്റിൽ എഴുതുന്ന വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ F.S എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഇങ്ങനെയാണ്. ഇത് പഠിക്കണം. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഈസ് ഓൾവേസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും മൂന്നാമത്തൊരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത സ്കെയിലാറായിരിക്കും, ഡയറക്ഷൻ ഉണ്ടാവില്ല. എനി 2 വെക്ടേഴ്സ് നമുക്ക് അങ്ങനെ എല്ലാ വെക്ടറും എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന വെക്ടർ മീനിങ് വേണം. ഞാൻ എടുത്തേക്കുന്ന ഫോഴ്സിന് മീനിങ് ഉണ്ട്, ഒരു ബലം കൊടുക്കുക, മീനിങ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുക, മീനിങ് ഉണ്ട്. വർക്ക് ചെയ്യപ്പെട്ടു, മീനിങ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഉത്തരം വരിക. അപ്പോൾ ഞാൻ ബേസിക് ഡെഫിനേഷൻ പഠിപ്പിച്ചു കഴിഞ്ഞു. F.S cos θ. cos θക്ക് യൂണിറ്റ് ഇല്ല, ഫോഴ്സിന് യൂണിറ്റ് ഉണ്ട്. എന്താ ഫോഴ്സിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റിന് യൂണിറ്റ് ഉണ്ട്, മീറ്റർ. cos θക്ക് യൂണിറ്റ് ഇല്ല. cos 30 ഡിഗ്രി √3/2. cos 60 ഡിഗ്രി 1/2. cos 45 ഡിഗ്രി 1/√2.
കോസ് 90 ഡിഗ്രി 0, കോസ് 0 ഡിഗ്രി 1. യൂണിറ്റ് ഇല്ല. ഞാൻ കുറച്ച് ആംഗിൾ പറഞ്ഞിട്ട് വെറുതെ കൊസൈൻ വാല്യൂസ് ഇപ്പോൾ എഴുതി. കോസ് 30 എത്രയാണ്? √3/2 ആണ്. കോസ് 60 ഡിഗ്രി എത്രയാണ്? 1/2 ആണ്. കോസ് 45 ഡിഗ്രി 1/√2 ആണ്. അങ്ങനെ കുറച്ച് വാല്യൂസ് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊന്നും യൂണിറ്റ് ഇല്ലല്ലോ, കോസ്റ്റിലേക്ക് യൂണിറ്റ് ഇല്ലല്ലോ. അതിനാൽ വർക്കിൻ്റെ യൂണിറ്റ് ജൂള് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോഴ്സിൻ്റെ യൂണിറ്റായ ന്യൂട്ടൺ എന്നെഴുതാൻ പോകണം, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റായ മീറ്റർ എന്നെഴുതാൻ പോകണം. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ ജൂള് നമ്മൾ ജെ എന്നെഴുതും ഷോർട്ട് ഫോമിൽ, ന്യൂട്ടനെ നമ്മൾ എന്നെഴുതും ഷോർട്ട് ഫോമിൽ, മീറ്ററിനെ എന്നെഴുതും, ജൂളിന് മുഴുവൻ എഴുതിയില്ല, ആ ചുവപ്പിൽ ജെ എന്ന് എഴുതിയാലും മതി. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞു ജൂള്. അപ്പോൾ ഒരു ജൂള് എന്താണെന്ന് ചോദിച്ചാൽ 1 ജൂൾ 1 ജെ ഈക്വൽ ടു 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. ഇതാണ് 1 ജൂള്. ഈ ഫോഴ്സിന് ഞാൻ ഉദാഹരണം കൊടുക്കുന്നത് 1 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിന് ഉദാഹരണം കൊടുക്കുന്ന 1 മീറ്റർ. കോസ്റ്റിക്ക് യൂണിറ്റ് ഇല്ല, പിന്നെ വാല്യൂ എന്താവട്ടെ, ഞാൻ ആ യൂണിറ്റ് മാത്രം പറയാം. W എന്നുള്ളതിൻ്റെ യൂണിറ്റ് മാത്രം പറയാം. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ജൂള് എന്ന് പറയുന്നതിന് ഓർമ്മ വരണം ന്യൂട്ടൺ മീറ്റർ. എവിടെയെങ്കിലും ഇനി കേട്ടാൽ ഓർമ്മ വരണം ജൂള് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ. 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ, അതാണ് 1 ജൂൾ. 1 ഇൻറ്റു 1 ഈ 1 ഇൻറ്റു 1 1 ആണ്. N ഇൻറ്റു NM, NM എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ എന്ന് വായിക്കാം. വാട്ട് ഇസ് ഇറ്റ്? ജൂൾ. അത് ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ്. വേറെ യൂണിറ്റ് കൂടി ഉണ്ട് കേട്ടോ, എർഗ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജൂളിന് വരെ എർഗ് എന്ന് എഴുതിയാൽ ന്യൂട്ടണ് വരെ ഞാൻ എഴുതാൻ പോകുന്നത് ഡൈൻ എന്നായിരിക്കും, മീറ്ററിന് വരെ എഴുതാൻ പോകുന്നത് സെൻറ്റിമീറ്റർ എന്നായിരിക്കും. ഇത് വേറെ യൂണിറ്റ് ആണ് കേട്ടോ. ഇത് കൺവെർഷനും അറിഞ്ഞു വയ്ക്കണം. ഇവിടെ പറയാം എന്താണ് ന്യൂട്ടൺ മാറ്റിയിട്ട് അതിന് പകരം ഞാൻ വേറെ യൂണിറ്റ് എഴുതാം, ഡൈൻ. ഫോഴ്സിൻ്റെ വേറെ യൂണിറ്റാണ് ഡൈൻ. മീറ്റർ മാറ്റിയിട്ട് പകരം സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, കുറച്ചൊരു ചെറിയ യൂണിറ്റ്. ന്യൂട്ടൺ എന്നുള്ളതിനേക്കാളും കുറച്ചൊരു ചെറിയ യൂണിറ്റാണ് ഡൈൻ, മീറ്ററിനേക്കാളും കുറച്ചൊരു ചെറിയ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ. അപ്പോൾ ജൂള് എന്ന് പറയുന്നതിനേക്കാൾ ചെറിയൊരു യൂണിറ്റാണ് എർഗ്. അപ്പോൾ ഞാൻ എഴുതാൻ നോക്കിക്കോളൂ കേട്ടോ. 1 ജെ 1 ജൂൾ ഈക്വൽ ടു 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5 ഡൈനാണ്. ഇത് അറിയണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഡൈനിലേക്കുള്ള മാറ്റം അറിയണം. 10⁵5 എന്ന് പറഞ്ഞാൽ 1 ലാഖ് ആണ് കേട്ടോ. ഒന്നിൻ്റെ കൂടെ 5 പൂജ്യം എഴുതി നോക്കി, ഒന്നിൻ്റെ കൂടെ 2 പൂജ്യം എഴുതിയാൽ 100 ആയി, 3 പൂജ്യം എഴുതിയാൽ 1000, 4 പൂജ്യം എഴുതിയാൽ 10000, 5 പൂജ്യം ഒന്നിൻ്റെ പിന്നാലെ ഇട്ടാൽ 1 ലാഖ്. അതിന് 10⁵5 എന്ന് എഴുതാം. 10⁵5 ഡൈനാണ് 1 ന്യൂട്ടൺ. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കി 100 സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ. 10⁵5 ഇത് 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന 10�7 എന്നാണ്. ഇത് 10ൻ്റെ സ്ക്വയറാണ്. 100 10ൻ്റെ സ്ക്വയറാണ്. 10ൻ്റെ സ്ക്വയറും 10⁵5 കൂടി ഗുണിച്ചാൽ 10�7 എന്ന് കിട്ടും. പവർ ആഡ് ചെയ്യണം. 5 2 7. ഡൈൻ സെൻറ്റിമീറ്ററിൻ്റെ പേരെന്താ? എർഗ്. ഡൈൻ സെൻറ്റിമീറ്ററിൻ്റെ ചുരുക്കപ്പേരെന്താ? എർഗ്. ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എർഗ്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ 2 ടൈപ്പ് യൂണിറ്റ് പറഞ്ഞു കേട്ടോ. ജൂൾ ഈസ്, ആ ജൂളിനെ നമ്മൾ പറയുന്നത് SI യൂണിറ്റ് എന്നാണ് കേട്ടോ, സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ജൂള്. പിന്നെ CGS യൂണിറ്റ് എന്ന് പറയും. CGS യൂണിറ്റ് ആണ് എർഗ്. ഇത് അങ്ങനെ തന്നെ പഠിക്കണം. SI സിസ്റ്റം പ്രകാരം എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരുന്ന യൂണിറ്റാണ് വർക്കിനെ സംബന്ധിക്കുന്ന യൂണിറ്റ് ജൂള്. CGS സിസ്റ്റം അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നതല്ല. എർഗിലും പറയാം. കൺവെർഷൻ അറിയണം. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷. നമ്മൾ എഴുതി വന്ന 1 ജെ ആണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. ഇതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കണം കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി കോസ്റ്റീറ്റയുടെ വില മാറുന്നതനുസരിച്ച് വർക്കിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ടേബിളിന് അനുകൂലമായിട്ട് പാരലായിട്ടാണെന്ന് വിചാരിക്കട്ടെ. എനിക്കൊരു പെട്ടി ഇവിടെ വെച്ചിട്ട് ടേബിളിൽ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ട് ആ ടേബിളിന് പാരലായി വലിക്കാമല്ലോ. നല്ല പൊക്കമുള്ളൊരു ടേബിളാണെങ്കിൽ എൻ്റെ കൈയുടെ ലെവലിൽ ആ പെട്ടി വന്നിട്ടുണ്ട്, എൻ്റെ കൈയിൻ്റെ അതേ ലെവലിൽ ആ പെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന പെട്ടി ഒരു വള്ളി കെട്ടി ഞാൻ വലിക്കുന്ന സമയത്ത് അത് ടേബിളിന് പാരലായിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ടേബിളിന് പാരലാണ്, ഡിസ്പ്ലേസ്മെൻറ്റും ടേബിളിന് പാരലാണ്. ആ കേസിൽ ആംഗിൾ എത്രയാണെന്ന് പറയാമോ? 0 ഡിഗ്രി. ഫോഴ്സ് അപ്ലൈ ചെയ്ത് ടേബിളിന് പാരലായിട്ടാണ്, മൂവ് ചെയ്തും ടേബിളിന് പാരലായിട്ടാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ഡിഗ്രിയാണ് അല്ലേ? തീറ്റയ്ക്ക് 0 ഡിഗ്രി വരെ ഇട്ടാൽ
കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ W എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? F ഇൻറ്റു എസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി വേറെ ആംഗിൾ എക്സാമ്പിൾ കൊടുക്കാം. ഈ ആംഗിൾ 30 ഡിഗ്രി ഫോഴ്സ് അപ്ലൈ ചെയ്തു. എത്ര ആവട്ടെ? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. എത്ര ആവട്ടെ? കോസ് ഓഫ് 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഫോഴ്സ് ഇത്ര ന്യൂട്ടൺ തരും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്ര മീറ്റർ, ഇത്രയും തരും കണക്കുകളിൽ. തീറ്റ ഇത്ര ആംഗിൾ തരും. കോസ് 30 ഡിഗ്രി √3/2 വെച്ചിട്ട് F ഇൻറ്റു എസ് കണ്ടിട്ട് അതിന് √3/2 വെച്ച് പിന്നെയും കൂടി 45 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് വിചാരിക്കാം. കോസ് 45ൻ്റെ വില അവിടെ കൊടുക്കണം, 1/√2. 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് വിചാരിക്കാം. കോസ് 60 ഡിഗ്രി 1/2 എന്ന് അവിടെ വില ഇടണം. കോസ് 60 ഡിഗ്രിയുടെ വില 1/2. ഫോഴ്സ് എത്ര തരും? ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാം. അളവ് മാത്രമേ ഉള്ളൂ. വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ. ഐഡിയ കിട്ടിയോ? ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്നൊരു പുതിയ ചാപ്റ്ററിലേക്ക് ഞാൻ കയറി. അപ്പോൾ അതിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു എന്താണ് വീഡിയോ ആണ് നിങ്ങൾക്കൊക്കെ ഇന്ന് കിട്ടാൻ പോകുന്നത്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. ആംഗിൾ മെയ്ഡ് ബൈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഡിഗ്രി എന്ന് എടുത്തിട്ട് അതാണ് കോസ് തീറ്റയിൽ കൊടുക്കേണ്ടത്. കോസ് തീറ്റ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു കോസ് തീറ്റ കയറി വരും. ഇനി നമ്മൾ പിന്നീട് ക്രോസ് പ്രോഡക്റ്റ് പഠിക്കുക. അത് വേറെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോട്ട് പ്രോഡക്റ്റ് എളുപ്പമാണ്. എന്താ വെച്ചാൽ ഡയറക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കിട്ടാൻ പോണ ക്വാണ്ടിറ്റി വർക്ക് പോലത്തെ ഒരു ക്വാണ്ടിറ്റി സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഡയറക്ഷനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഇനിയിപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ ക്രോസ് പ്രോഡക്റ്റ് പഠിപ്പിക്കും. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകും. ഇത് എളുപ്പമാണ്, ഇത് പ്രശ്നമൊന്നുമില്ല. ഇത്ര കാര്യങ്ങൾ പഠിക്കാൻ വലിയ പാടില്ല. കൂട്ടത്തിൽ ഓർമ്മയിൽ നോക്കിയാൽ വീണ്ടും മെമ്മറി കൊണ്ടിരുന്നു. ജൂള് ഒരു യൂണിറ്റ്, അത് SI യൂണിറ്റ് എന്ന് പറയും. വേറെ യൂണിറ്റ് എർഗ്, CGS യൂണിറ്റ് എന്ന് പറയും. തമ്മിലുള്ള കൺവെർഷൻ അറിയണം. ഒരു ജൂള് 10/7 എർഗാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക്കായ കാര്യങ്ങളായി. നമുക്ക് അതിൻ്റെ നോട്ട് എഴുതാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ നോട്ട് പറയാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതാൻ റെഡി ആയിരുന്നോളൂ.